ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് സ്റ്റീം ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്ന മോമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മോമോസ് നമുക്ക് രണ്ട് രീതിയിലും റെഡിയാക്കി എടുക്കാം. ഫ്രൈ ആക്കിയിട്ടും റെഡിയാക്കി എടുക്കാം, സ്റ്റീം ചെയ്തിട്ടും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതായാലും സ്റ്റീം ചെയ്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്, ആവിയിൽ വേവിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, മസ്റ്റായിട്ടും ട്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് മോമോസ്. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ആയാലും ഫ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു എണ്ണക്കടയിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ചൂടുള്ള വെള്ളത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ കുറച്ചായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള രൂപത്തിൽ വേണം കേട്ടോ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ മാവ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ്, കാബേജ്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി, പിന്നെ കുറച്ച് എല്ലില്ലാത്ത ചിക്കനും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എല്ലില്ലാതെ തന്നെ എടുക്കുക. ഇതിപ്പോൾ പച്ച ചിക്കൻ കേട്ടോ, വേവിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂണോളം സോയാ സോസും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് അരച്ചെടുക്കണം. അതാ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ക്രഷാക്കി എടുക്കാം. അപ്പോൾ പച്ച ചിക്കനാണ് കേട്ടോ, പിന്നെയും പറയണേ വേവിക്കാത്ത ചിക്കനാണ്. നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്, പേര് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിപ്പോൾ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഗ്രേറ്ററോ ചോപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഏറ്റവും മാക്സിമം എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ ആ ഒരു രീതിയിൽ കുഞ്ഞു പീസാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂണോളം സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സോയാ സോസ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ സോയാ സോസും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ ഒരു സോയാ സോസും ഉപ്പും ചിക്കനും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് വരുന്ന രൂപത്തിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തി പ്രസ് ഉപയോഗിച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. 2 രീതിയിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മറ്റൊരു രീതി ഞാനിത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. കുഞ്ഞു പത്തിരി ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് കുറച്ച് മാവ് വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും, അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. സിമ്പിളാണ് കേട്ടോ, അപ്പോൾ കാണുന്ന പോലെയല്ല, സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അതിനുശേഷം സെൻറ്ററിലോട്ടായിട്ട് നമുക്കതിൻ്റെ മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പത്തിരിയുടെ എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ നിറഞ്ഞിട്ട് നമുക്കതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് ആക്കിയെടുക്കാം. ഒരു കിഴി രൂപത്തിൽ വേണം ഇത് ആക്കിയെടുക്കാൻ. ഉണ്ടല്ലോ, ഈ ഒരു രൂപത്തിൽ എല്ലാ ഭാഗത്തു നിന്നും നിറഞ്ഞിട്ട് ഈ സെൻറ്റർ പോർഷൻ അത്യാവശ്യം ഒന്ന് വിരൽ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കിയിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കിഴി രൂപത്തിൽ കിട്ടും. അതാണ് കേട്ടോ ഒരു മെത്തേഡ്. ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വലിയൊരു ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ തിന്നാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ വലുതാക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. കൂടുതൽ മാവ് എടുത്തിട്ട് അപ്പോൾ നമുക്ക് കൂടുതൽ എണ്ണം ഒരേ സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ടൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. എക്സസ് ആയിട്ടുള്ള മാവ് മാറ്റിയെടുക്കുക. അതിൽ നിന്നും ഓരോ പത്തിരിയും എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് നമുക്ക് മാവ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സെയിം രൂപത്തിൽ തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് നെറിഞ്ഞിട്ട് കീഴാക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടല്ലോ ഇതുപോലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് ചെയ്തെടുക്കുക. സിമ്പിളാണ് കേട്ടോ. എനിക്കൊന്നുകൂടെ പേഴ്സണലി ഒന്നുകൂടെ സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം പരത്തുമ്പോൾ തന്നെ 7ഉം 8ഉം ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ ഇതിപ്പോൾ വേറൊരു ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ മോമോസ് അറിയാലോ പല ഷേപ്പിലുണ്ട്. ആ ഒരു കീ രൂപത്തിൽ മാത്രമല്ല കേട്ടോ, ഈ ഒരു ഷേപ്പിലും നമുക്ക് സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് ശരിക്കും ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, ഈ രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു മാവ് മുഴുവനായിട്ട് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് കീകൾ തന്നെ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ. കാണാനായാലും കണ്ടല്ലോ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ, അടിപൊളിയായിന്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ ഈ രൂപത്തിൽ നമുക്കൊന്ന് ഓയിലിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് അതിലേക്ക് ഒരു സ്റ്റീം തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീമിൻ്റെ ഈ ഒരു തട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ ഇഡ്ഡലി ഒഴിക്കുന്ന ഒരു തട്ടുണ്ടല്ലോ, അതിൽ വെച്ച് കൊടുത്ത് സ്റ്റീമാക്കി എടുത്താലും മതി. അപ്പോൾ കുറച്ച് അടിഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ബാലൻസായിട്ട് കുറച്ചുകൂടെ ഉണ്ടായപ്പോൾ ഇഡ്ഡലിയുടെ ആ ഒരു പാത്രത്തിലും കൂടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റീമാക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഓരോന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ്, കറക്റ്റ് 20 മിനിറ്റ് വെച്ച് കൊടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 20 മിനിറ്റ്, കാരണം നമ്മൾ ചിക്കനൊക്കെ വേവിക്കാതല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നോട്ടെ ഒരു 20 മിനിറ്റ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഓപ്പൺ ആക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഒട്ടുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു സ്റ്റീമായിട്ടില്ലേ വെന്തിട്ടുള്ളത്, ആ ഒരു വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടാകും, ഒട്ടുന്ന രൂപത്തിലുണ്ടാവും. പക്ഷേ നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ടെൻഷൻ ആവേണ്ടത് നന്നായിട്ടില്ല എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും, സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോമോസിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഈ സോസിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് സാധാരണ ടൊമാറ്റോ സോസ് തന്നെ എടുത്താലും മതി. അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഏതായാലും നോമ്പായതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്